നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട് പാലക്കാട്? പ്രതീക്ഷകൾ കൈവിടുന്ന ഒരു അവസരം അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അത് ബാധിക്കുമോ? അവസാന ഘട്ടത്തിൽ ബി.ജെ.പിക്ക് അടിപതറുമോ? ഇവിടെ പ്രതീക്ഷകൾ കൈവിടാൻ പോകുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെതുമാണ്. ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നണി കൃഷ്ണകുമാർ 10,000-ത്തിലധികം വോട്ടുകൾക്ക് ഈ പാലക്കാട് നിന്ന് ജയിച്ചു വരും, ഉറപ്പ്. ഈ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ ഈ വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തെയും അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് പാലക്കാട് ജില്ലയിലെ നൂറണി, അതുപോലെ തന്നെ കൽപ്പാത്തി, ധോണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിന്റെ പരിധിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് അതിന്റെ കൃത്യമായ രേഖകൾ പുറത്തുവിടാൻ പറഞ്ഞിട്ടും ഇതുവരെയും ഒളിച്ചു കളിക്കുന്ന എന്തിനാണ്? അപ്പോ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇവിടെ കൽപ്പാത്തിയിലെയും നൂറണിയിലെയും ഒക്കെ അഗ്രഹാരങ്ങൾ ജീവിക്കുന്നവർ വലിയ ആശങ്കയിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നിയമസഭയ്ക്കകത്ത് വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരായി ഐകകണ്ഠമായിട്ട് പ്രമേയം പാസാക്കിയവരാണ് CPM-കാരും കോൺഗ്രസുകാരും. ഈ രണ്ട് മുന്നണികളെയും തൂത്തെറിയാൻ വേണ്ടി അതിനുള്ള ഒരു ആദ്യ തുടക്കമായിരിക്കും ഈ പാലക്കാട് നിന്നുണ്ടാകാൻ പോകുന്നത്. കൽപ്പാത്തിയിൽ വർഷങ്ങളായിട്ട് അവിടെയുള്ള ഒരു വലിയ വിഭാഗം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അത് ഇത്തവണ മാറാനുള്ള സാധ്യതയുണ്ടോ? കൽപ്പാത്തിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അവർ ഇത്രയും കാലവും BJP-യുടെ കൂടെ തന്നെയായിരുന്നു. നിങ്ങൾ കൽപ്പാത്തിയിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുക. അവിടെ BJP-യുടെ NDA-യുടെ അടുത്തെത്താൻ ഇതുവരെ കോൺഗ്രസിനോ CPM-നോ സാധിച്ചിട്ടില്ല. അത് ഈ ജന്മം വിചാരിച്ചാലും സാധിക്കാനും പോകുന്നില്ല. വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമുണ്ട്. അത് BJP എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? നമുക്ക് വർഗീയവാദികളുടെ വോട്ടിന് വേണ്ടി എന്ത് പണിയും ചെയ്യാൻ മടിക്കാത്തവരാണ് കോൺഗ്രസുകാര്. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ STP-യുടെ വോട്ടിന്റെ കാര്യത്തിൽ എന്താ നിലപാട് വ്യക്തമാക്കാത്തത്? ഇവിടുത്തെ CPM-നും കോൺഗ്രസിനും STP-യുടെ വോട്ടുകൾ വേണം, ഇവിടുത്തെ PDP-യുടെ വോട്ട് വേണം, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണം. ഇവിടെ വർഗീയവാദികളുടെ വോട്ടിന് വേണ്ടി ഇരന്നു നടക്കുന്ന മുന്നണികളാണ് കോൺഗ്രസും CPM-ഉം. അവരാണ് മതേതരത്വത്തിന്റെ മുഖം മൂടി അറിയുന്നത്. പാലക്കാട്ടെ വോട്ടർമാർക്ക് ഇവരെ നന്നായിട്ട് അറിയാം. ഒരു 3 ദിവസമായിട്ട് സരിന്റെ പ്രവർത്തനങ്ങൾ, LDF-ന്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പുറകോട്ട് പോയിട്ടുണ്ട്. വോട്ട് മറിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടോ? നോക്കൂ, CPM ഇവിടെ മത്സരിക്കുന്നത് 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ആ 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമേ അവർ ചെയ്യുള്ളൂ. എന്തായാലും ഇവിടുത്തെ CPM-കാരെ എത്ര മറിച്ചാലും അതിനെയും മറികടന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരും, ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും. ഇവിടെ CPM-ഉം കോൺഗ്രസും പറയുന്നത് പാലക്കാടുകാരന്റെ അക്കൗണ്ട്, രാജഗോപാൽജിയുടെ അക്കൗണ്ട് നിയമസഭയിൽ പൂട്ടിച്ചു എന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് കോൺഗ്രസും CPM-ഉം. അതേ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതേ പാലക്കാട്ടുകാരൻ നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കും. 23-ാം തീയതി കുങ്കുമഹരിത കാവിപ്പതാക പാലക്കാടിന്റെ മണ്ണിൽ പാറിപ്പറക്കുമോ? പാലക്കാടിന്റെ മണ്ണിൽ ഏറ്റവും ഉയരത്തിൽ 23-ന് പാറിപ്പറക്കാൻ പോകുന്നത് ഈ കുങ്കുമ ഹരിത പതാക തന്നെയായിരിക്കും, ഒരു സംശയമില്ല. നമസ്കാരം. ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സമയത്ത് BJP-യുടെ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള മൂത്താന്തറയിലാണുള്ളത്. പ്രധാനമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ചേട്ടാ ഇത്തവണത്തെ ഒരു BJP-യുടെ പ്രവർത്തനം? എല്ലാ വട്ടവും അവസാന നിമിഷം ചെറിയൊരു ഗ്യാപ്പിന് BJP പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തവണ എങ്ങനെയാണ്? ഈ പ്രാവശ്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാവശ്യം BJP-യാണ് ജയിക്കുക. അതിലൊരു യാതൊരു മാറ്റവുമില്ല. എല്ലാ ഭാഗത്തും നല്ല വർക്ക് തന്നെ നടക്കുന്നത്. 95% BJP-ക്കാണ് പോളിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. 5% മാത്രമേ വെളിയിലേക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭയപ്പാടില്ല. നമ്മളത് ഒരു ഉത്സവം മാതിരിയാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം മുഴുക്കെ BJP-ക്ക് തന്നെയാണ് വോട്ട് വരാറുള്ളത്. ഈ മൂത്താന്തറയിലും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ വടക്കന്തറ പ്രദേശങ്ങളിലൊക്കെ BJP-യുടെ പരമ്പരാഗതമായിട്ട് BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇലക്ഷന് ആ ഒരു ദിവസം വരാത്ത സാഹചര്യം ഉണ്ടാവുന്നു. കഴിഞ്ഞ വട്ടം തന്നെ BJP-യുടെ പരാജയപ്പെട്ട് 3900 വോട്ടുകൾക്കാണ്. പക്ഷേ BJP-യുടെ വോട്ടർമാർ ഏകദേശം ഒരു 4000-ന് മുകളിൽ വോട്ടർമാർ വോട്ട് ചെയ്യാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു പരാജയത്തിലേക്ക് പോകേണ്ട ഒരു കാരണം. അത് ഇത്തവണ മറികടക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ പ്രദേശം മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൽ പങ്കെടുക്കാത്ത നമ്മുടെ ആളുകൾ തീർച്ചയായിട്ടും ഇല്ല, ഒരിക്കലും പോലും ഇല്ല. എല്ലാവരും ഇപ്പൊ വെളിയിലുള്ള ആൾക്കാരടക്കം ജോലി ചെയ്യാൻ പോയ വെളിയിലുള്ള ആൾക്കാർ, കോയമ്പത്തൂർ, തമിഴ്നാട് ആ ഭാഗങ്ങളിലുള്ളവരൊക്കെ ഭൂരിഭാഗം എല്ലാ ആൾക്കാരും ഈ പ്രാവശ്യം വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് കാരണം ആ ഒരു വിഷയം നമുക്ക് വരാറില്ല.
ഈ പ്രാവശ്യം അതന്നെ പറഞ്ഞത് 95% BJPക്ക് വോട്ട് ഉണ്ടാവും. ഇപ്പോ ഈ സന്ദീപ് വാര്യർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ബലിദാനിയായിട്ടുള്ള ശ്രീനിവാസ് ചേട്ടന്റെ ഫോട്ടോ കാണിച്ചിട്ട് വരെ വോട്ട് ചോദിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിനോട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? CPI സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി തന്നെ പോയ സന്ദീപ് വാര്യർ നമുക്കിപ്പോ ഒരു പുല്ല് വിലയാണ്. വേറൊന്നും സന്ദീപ് വാര്യരെ കുറിച്ച് പറയാനില്ല. ഇല്ല. ഇപ്പോ ഇവിടുത്തെ UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ പ്രദേശത്ത് പ്രചരണത്തിന് എത്താറുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ല. അങ്ങനെ വരാറുമില്ല. 19 വർഷമായിട്ട് വരാറില്ല. അങ്ങനെ വരാറില്ല. ഇതങ്ങനെയല്ല. നിങ്ങളിപ്പോ ആര് പ്രചരണം നടത്തിയാലും ഇവിടെ BJPക്ക് തന്നെയാണ് വോട്ട്. അതിൽ യാതൊരു മാറ്റവും. വലിയ പോരാട്ടം തന്നെയാണ് ഇത്തവണ. അതങ്ങനെയല്ല. ഇവിടെ പോരാട്ടമൊന്നുമില്ല. ഇവിടെ എല്ലാം BJP തന്നെയാണ്. അതിനിപ്പോ പോരാടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഉത്സവം മാതിരിയാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ നമുക്കൊരു പോരാട്ടം അല്ലെങ്കിൽ ഒരു മത്സരമായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. മുനിസിപ്പാലിറ്റിയുടെ BJPയുടെ ഒരു സ്വാധീനം പുറത്ത് പഞ്ചായത്തുകളിലില്ല. മാത്തൂരാണെങ്കിലും പിരായിരി ആണെങ്കിലും കണ്ണാടി ആണെങ്കിലും അവിടെയൊന്നും BJP ഇന്നേ വരെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇത്തവണ പഴയ സാഹചര്യം ഉണ്ടായാൽ അത് BJPയുടെ വിജയത്തെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇല്ല, അങ്ങനെ ഒരിക്കലും വരാൻ പോരാ. ഈ പ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും. അതാണ് അതിന്റെ അതെ, നമ്മള് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിൽ കിട്ടാത്ത വോട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാക്സിമം പോൾ ചെയ്ത് ടാലി ആക്കാൻ നോക്കും. ലീഡ് പിടിക്കും. പേരെന്താ? കൈലാഷ്. എന്താ ചെയ്യുന്നത്? ഞാൻ 6th പഠിക്കുന്നു. ഇപ്പൊ മോദിജിയുടെ ഒരു ഫോട്ടോ ഉള്ള ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, വോട്ട് ഫോർ BJP എന്ന് പറയുന്നത്. എന്താ കാരണം? എന്താ കാരണം നമ്മള് BJP ജയിക്കണം. ഇവിടെ ജയിക്കണം. ആ, ഉറപ്പാണോ? ഉറപ്പ് ജയിക്കണം. എന്താ കാരണം? എന്താ ജയിക്കുന്നു പറയുന്നതിന്റെ കാരണം? കാരണം ഇവിടുത്തെ മൂത്താന്തര ഫുള്ളും BJPക്ക് വോട്ട്. വോട്ട് ഫുള്ളാണ്. ഈ വോട്ട് ഫുള്ളാണെങ്കിൽ ഇവിടെ എല്ലാവരും വന്ന് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? വോട്ട് ചെയ്യും. BJPയുടെ പ്രചാരണത്തിനൊക്കെ പോയിരുന്നോ? ആ, പോയിണ്ടായിരുന്നു. അത് ശരി. പാലക്കാട് മോദിജി വന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നോ പോയിട്ട്? പോയിണ്ടായിരുന്നു. പക്ഷെ അത്ര എന്റെ അച്ഛനും അമ്മയ്ക്ക് പോകാൻ പറ്റി, എനിക്ക് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റില്ല. അത് ശരി. പേരെന്താ? ശ്രീ വിശ്വനാഥ്. RSSന്റെ ശാഖയിലൊക്കെ പോകുന്ന ആൾക്കാരാണോ? സംഘടനയുടെ വല്ല ചുമതലയുണ്ടോ? ശാഖാ ചുമതല എന്തെങ്കിലും ഉണ്ടോ? ആർക്കും ഘടനായകാണോ നിങ്ങള്? അത് ശരി. എത്ര വർഷമായിട്ട് ശാഖയിൽ പോകുന്നു? 2 വർഷം. സംഘത്തിന്റെ ITC ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. നിങ്ങള് എത്ര നാളായി ശാഖയിൽ പോകാൻ തുടങ്ങിയിട്ട്? 5-6 വർഷം. 5-6 വർഷമായി. ചുമതല ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടില്ല. പോയിട്ടില്ല. എന്താ പോകുന്നത്? എന്താ ഇവിടെ ഈ ജേഴ്സി ഒക്കെ ഇട്ട് നടക്കുന്നതിന്റെ കാരണം എന്താ? ഇവ പറഞ്ഞില്ല അതന്നെ. എല്ലാവരും ഇത് ഇടും. നിങ്ങൾ എല്ലാവരും BJP ആണ്. എന്താ? ഞങ്ങളുടെ ആദർശമാണ് BJP. അത് ശരി. ആവേശമാണോ? ഉറപ്പായിട്ടും ഇവിടെ BJP ജയിക്കാൻ സാധ്യത? നിങ്ങൾ ഭാരത് മാതയ്ക്ക് വിളിക്കാൻ അറിയോ നിങ്ങൾക്ക്? ഒരാൾ വിളിച്ചു കൊടുത്തേ. ജയ് ശ്രീറാം വിളിക്കാൻ അറിയോ ആർക്കെങ്കിലും? വിളിക്കാനോ? ജയ് ശ്രീറാം വിളിക്കാരോ? ഒന്ന് വിളിച്ചേ. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം വിളിച്ചു കൊടുക്കാറോ? ജയ് ശ്രീറാം അറിയില്ല.